ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെയാണ് നമ്മുടെ ഇൻഡോർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഡോർ പല രീതിയിലും പലരും സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻഡോർ പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്, അത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ ഒരു അറിവ് വെച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇൻഡോറിന് പറ്റിയ ഒരുപാട് പോട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ, അങ്ങനെ പല മറ്റേ ടെറാക്കോട്ട, ഇത്തരം ഒരുപാട് പോട്ടുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള സെറാമിക് പോട്ടുകൾക്കൊക്കെ വലിയ വിലയാണ്. പക്ഷേ സെറാമിക് പോട്ടുകളെ വെല്ലുന്ന പ്ലാസ്റ്റിക്, നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ ഇപ്പോൾ പോട്ടുകൾ വരുന്നുണ്ട്. ഞാൻ ഇൻഡോറിലേക്ക് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു പോട്ട് ഈ ഒരു പോട്ടാണ്. നല്ല ഗ്ലോസി ആയിട്ട് നല്ല സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള, ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാന്ന് പോലും തോന്നില്ല, അത്രയും നല്ല ഒരു പോട്ടാണിത്. ഞാൻ മണ്ണുത്തി പോയപ്പോൾ വാങ്ങിച്ചതാണ്. മണ്ണുത്തിയിൽ എനിക്ക് ഇതിന് ഒരു 80 റുപ്പീസാണ് വില വന്നത്, 80 രൂപ. ഇത് മറ്റ് പലയിടങ്ങളിലും ചോദിച്ചപ്പോഴത്തേക്ക് 150 രൂപയും 160 രൂപയൊക്കെ ഇതിന് വില വരുന്നുണ്ട്. ഇത് ഇൻഡോർ പോട്ടാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഹോളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഹോളുള്ള മറ്റൊരു ഇന്നർ പോട്ട് ഇതിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇന്നർ പോട്ട് അടക്കമാണ് ഇതിന് 80 രൂപ വില വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഇന്നർ പോട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് മിശ്രിതമൊക്കെ ഇട്ട് നമ്മൾ ചെടി വയ്ക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മളിടുന്ന മിശ്രിതം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാ പ്ലാന്റിങ് പോട്ടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് ഇത്തരം കല്ലോ അല്ലെങ്കിൽ പൊട്ടിയ ബ്രിക്കിൻ്റെ കഷ്ണങ്ങളോ ഓടിൻ്റെ കഷ്ണങ്ങളോ കുറച്ച് മെറ്റൽ പീസുകളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിനടിയിൽ കുറച്ചിങ്ങനെ നമ്മൾ നിരത്തിയിടുന്നു. ഇങ്ങനെയുള്ള ഓടിൻ്റെ കഷ്ണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് നിരത്തി. ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നർ പോട്ട് കുറച്ച് ഈ ഔട്ടർ പോട്ടിനേക്കാളും കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അത് സീറ്റിങ്ങിന് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിമുട്ടിയിട്ടല്ല ഇരിക്കുക. അപ്പോൾ അടിയിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ടാവും, ഇതിൻ്റെ അടിയിലൊരു ഇത്രയും സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിനകത്ത് അടിയിൽ സ്റ്റോർ ചെയ്യും. അത് ഹോളില്ലാത്തതുകൊണ്ട് പുറത്തേക്കൊന്നും പോവില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ആ വെള്ളം കൂടെ വറ്റി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമുള്ളൂ. ഇൻഡോർ ആകുമ്പോൾ നമ്മളെന്നും വെള്ളമൊഴിച്ച് വേരുകളൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഈർപ്പം കൂടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം, ഇതിൻ്റെ വാട്ടറിങ് ആണ്. വാട്ടറിങ് വല്ലപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ മിശ്രിതത്തിൽ ഈർപ്പം കുറഞ്ഞു പോയി എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മളൊരു തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. പുറത്തേക്ക് വെയിലത്ത് ചൂടിന് വറ്റിപ്പോവില്ല. നമ്മൾ കുറച്ച് ചകിരിയൊക്കെ ഇട്ടു. ഈർപ്പം പിടിച്ചു നിർത്താനും നമ്മുടെ സ്മൂത്തായിട്ടുള്ള ഈ മിശ്രിതം അങ്ങോട്ട് ഹോളെ കൂടെ ചോർന്ന് പോവുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചകിരി നമ്മളിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇൻഡോർ വയ്ക്കുന്നതിൽ ആദ്യം ആരും മണ്ണ് ചേർക്കാറില്ല, വെയിറ്റിൻ്റെ പ്രശ്നം കാരണം. സാധാരണ ക്ലേ ബോൾസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ പോട്ടി മിക്സർ ഉപയോഗിക്കാറുണ്ട്. ഞാനിങ്ങനെ വലിയ വില പിടിച്ച പോട്ടി മിക്സറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണക്കാരായവർക്ക് ഇത്തരം ഇൻഡോർ പോട്ട് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ചില മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലാന്റ് വയ്ക്കാം. ഇതാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്. ഇത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണ്. ഇതാണ് ഇൻഡോറായിട്ട് വയ്ക്കുന്നത്. ഡ്രസീന എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ പ്ലാന്റ് എൻ്റെ ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഇത് കാണാം. നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നു. നമ്മൾ നല്ല സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കട്ടയോ എന്തെങ്കിലും വയ്ക്കാം. കാരണം നമ്മൾ ഇടുന്ന മിശ്രിതം എന്ന് പറഞ്ഞാൽ
ചകിരിച്ചോറ്, കോക്കോപീറ്റും ചാണകപ്പൊടിയും കമ്പോസ്റ്റും മിക്സ് ചെയ്തത് അല്ലെങ്കിൽ മണലും കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് ഇടുന്നത്. അപ്പോൾ ആ മിക്സറിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല. ഈ പ്ലാന്റിന് അത്യാവശ്യം ഇത് നല്ല സ്റ്റെമ്മ്, നല്ല കട്ടിയുള്ള ഒരു ട്രങ്ക് ഇതിനുള്ളതുകൊണ്ട് ഒരു അല്പം വെയിറ്റ് ഉണ്ട് ഇത്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ പോട്ടിംഗ് മിക്സർ മാത്രം ഇട്ടാലും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഇളകി നിൽക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ബ്രിക്കിൻ്റെ പീസുകൾ ഇതിനകത്ത് വയ്ക്കണത്. ഈ ബ്രിക്കിൻ്റെ പീസുകൾ ഇങ്ങനെ 4 പുറത്തും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടായി, പെട്ടെന്ന് ഇളകി മറിഞ്ഞു വീഴില്ല. മാത്രമല്ല ഒരു ചെറിയ വെയിറ്റും കൂടെ കിട്ടും. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സർ ഇടാം. പോട്ടിംഗ് മിക്സർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൽ അല്പം മണ്ണ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊക്കോപീറ്റ് അധികം ആകരുത്. കാരണം നമ്മൾ ഇൻഡോർ വയ്ക്കുന്ന പ്ലാന്റുകളിൽ കൊക്കോപീറ്റ് അധികമായി കഴിഞ്ഞാൽ ഈർപ്പം ഒരുപാട് ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ, സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ടും വെയിലത്ത് വറ്റിപ്പോകാത്തതുകൊണ്ടും ഈ ഈർപ്പം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഡ്രസ്സിനായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരില്ല. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കൊക്കോപീറ്റ് വേണ്ട. ഒരു ചെറിയ അളവിൽ കൊക്കോപീറ്റ്, ചാണകപ്പൊടി, ഒന്നുമില്ല കമ്പോസ്റ്റ്, ഒരല്പം മണ്ണ്, ഇത്രയും മതി. വേറെ ഒരു പോട്ട് മിക്സറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ പോട്ട് മിക്സർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ കുളവാഴ ചണ്ടി എന്നൊക്കെ പറയുന്ന പാടത്തൊക്കെ കിട്ടുന്ന, സമൃദ്ധിയായിട്ട് കിട്ടുന്നൊരു സാധനമുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ലെയർ ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട്. അത് ഈർപ്പൊക്കെ ഇതിൽ നിർത്താനായിട്ട് സഹായിക്കും. ഈ ചണ്ടിയുടെ വേര് എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇഷ്ടംപോലെ കുളവാഴ എന്ന് പറയുന്നൊരു സാധനം പാടത്ത് നിന്ന് ഇത് കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് അല്ലാത്തവർക്ക് ഫാഗ്നം മോസ് ആണെങ്കിൽ അത് ഇടാം. ഇനി അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പോട്ടി മിക്സർ മാത്രം ഇട്ടാലും മതി. പിന്നെ നമ്മൾ അകത്ത് വയ്ക്കുന്നത് കൊണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ പെബിൾസോ മറ്റു കാര്യങ്ങളോ സാധാരണ ഇടാറുണ്ട്. ഞാനും ഇവിടെ കുറച്ച് പെബിൾസ് കരുതിയിട്ടുണ്ട്. ഈ ഒരു പെബിൾസ് ഇത്രയും കിട്ടാൻ മണ്ണുത്തിയിൽ വളരെ വില കുറവാണ്. ഇതൊരു 30 രൂപയാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് ഈ ഒരു പോട്ടിനകത്ത് സമൃദ്ധിയായിട്ട് ഇടാൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇട്ട് നോക്കാം. ഇങ്ങനെ ആ ചണ്ടിയുടെ വേരൊക്കെ വിരിച്ചിട്ടുള്ളത് കൊണ്ട് ഈ നമ്മളിടുന്ന പെബിൾസുമ്മ അഴുക്കോ മണ്ണോ അങ്ങനെയൊന്നും ആവില്ല. ചെളിയായി മുഷിഞ്ഞു പോകാതിരിക്കാനായിട്ടും കൂടി നമ്മൾ ആ ഇടുന്ന സ്പോഞ്ച് പോലുള്ള ചണ്ടിയുടെ വേര് അല്ലെങ്കിൽ ഫാഗ്നമോസ് സഹായിക്കും. നമ്മളൊരു കാര്യമുണ്ട്, നമ്മൾ ഇതിനകത്ത് ഈർപ്പം കുറഞ്ഞു എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമൊഴിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. സാധാരണ ഇതിൻ്റെ മിശ്രിതത്തിൽ വിരൽ തൊട്ട് നോക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യുക. പക്ഷേ ഏകദേശം നമുക്കറിയാമല്ലോ, ഇത്ര ദിവസം വെള്ളമൊഴിച്ചു, ഈർപ്പത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ. പഴുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിന്നെ വെറുതെ വിരൽ ഒന്ന് അമർത്തി നോക്കി കഴിഞ്ഞാൽ ഈർപ്പമുണ്ടെങ്കിൽ നമുക്കറിയാം. അങ്ങനെ ഇതിൻ്റെ ഈർപ്പത്തിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാ ദിവസവും ഇതിന് വെള്ളം ഒഴിക്കണമെന്നില്ല. നിങ്ങൾ വയ്ക്കുന്ന ചെടികളനുസരിച്ചാണ് വാട്ടറിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ. പിന്നെ സക്കുലൻ്റ് പോലുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ ഈ കൊക്കോപിറ്റും കമ്പോസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് സക്കുലൻ്റ് പോലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കാക്ടസ് പോലുള്ള ചെടികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക പോട്ടി മിക്സറുണ്ട്. ആ മിക്സറാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ചെടികൾക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു മിക്സർ ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു ട്രങ്കാണ്, അതിൽ നിന്ന് 3 ഇളപ്പ് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ട്. ആ സെൻറ്റർ പോർഷനിൽ ഞാനൊരു കിളിക്കൂട് ഉണ്ടാക്കി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം. നമുക്ക് കുറച്ച് ഉണങ്ങിയ പുല്ലും ചകിരിനാരും ഒക്കെ കിട്ടിയാൽ അതെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ചിരട്ടയ്ക്കകത്ത് ജാമാക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു കിളിക്കൂടിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് വരും. വേണമെങ്കിൽ നമുക്കൊരു ലേശം ഫെവിക്കോള് ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ ഈ നമ്മുടെ ഈ പുല്ലും ഈ ചാമ്പലെല്ലാം കൂടെ മുക്കിയെടുത്തതിന് ശേഷം വയ്ക്കുക. വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടത്
ഒരു മണിക്കൂർ നേരം വെയിലത്തോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഒട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ അമർത്തിയ പോലെ അതേ രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. അങ്ങനെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിങ്ങനെ പതുക്കെ അടർത്തിയെടുക്കാം. അടർത്തിയെടുക്കുമ്പോൾ നല്ല ഒന്നാം തരം ഒരു കൂട് നമുക്ക് കിട്ടി, നല്ലൊരു കിളിക്കൂട് വേണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ നാരുകൾ അധികമുള്ളത് ഒക്കെ ഒന്നിങ്ങനെ കത്തിരിച്ച് കളയാം. ഒരുപാട് കത്തിരിച്ച് കളഞ്ഞ് ഇങ്ങനെ വെട്ടി ഒരുപാട് ഷേപ്പാക്കൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് അതൊരു കൃത്രിമമായ രീതിയിലേക്ക് പോകും. എപ്പോഴും നമ്മളൊരു ഒറിജിനാലിറ്റി, ഒരു റിയൽ സ്റ്റൈലിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളങ്ങനെ അധികം വെട്ടി വെടുപ്പാക്കി വൃത്തിയാക്കൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ വയ്ക്കുന്നു. ഇനി നമുക്കതിനകത്ത് ചെറിയ മുട്ട പോലെ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ലെങ്കിൽ നമുക്കിതുപോലെ വെള്ള പെബിൾസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം ഇതിനകത്ത് ഇട്ടാൽ മതി. ഇതിപ്പോൾ സെയിം സാധനം അടിയിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ബോറായി പോകും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഒരു വെള്ള കല്ലുകൾ ഇങ്ങനെ 3 എണ്ണം കിട്ടിയാൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റായി അങ്ങനെ ഉണ്ടാക്കിയിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ മുട്ട ഉണ്ടാക്കി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പക്ഷികളെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഫാൻസി കടകളിലും ഈ അങ്ങനെയുള്ള കടകളിലൊക്കെ ഇത് ധാരാളം കിട്ടുന്നതാണിപ്പോൾ. അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഏത് വിധത്തിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇൻഡോറിൽ പ്ലേസ് ചെയ്യണം. ഞാൻ കരുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എനിക്ക്. ഞാൻ അവിടെ ഇത് പ്ലേസ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഇൻഡോർ പോട്ടിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതിന് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകളൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ചില ഐറ്റംസ് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ വയ്ക്കുന്ന പ്ലാന്റിനനുസരിച്ച് നമ്മളുടെ പോട്ടിംഗ് മിശ്രിതത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തും. അത്രയേ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത മറ്റൊരു കൗതുക വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.